என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி வலி மட்டும்தான். நடக்கக்கூடாதது நடந்துருச்சு. ஆனால் மனுஷன் தானே. அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது எப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும்? நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அது ஒரு காரணம் காட்டி அங்கே வேறு சில பதட்டமான சுச்சுவேஷன்ஸ், வேறு சில அசம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நாங்கள் அவாய்ட் பண்ணோம். கிட்டத்தட்ட ஒரு 5 மாவட்டத்துக்கு பிரச்சாரத்துக்கு போனோம். இந்த மாதிரி எதுவுமே நடக்கல. ஆனால் கரூரில் மட்டும் ஏன் எப்படி நடக்குது, எப்படி நடக்குது? மக்களுக்கு எல்லா உண்மையும் தெரியும். மக்கள் எல்லாத்தையும் பார்த்துக்கிட்டு இருக்கிறாங்க. கரூரை சேர்ந்த அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளே நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு. சீக்கிரமே எல்லா உண்மைகளும் வெளியில் வரும். കരൂർ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ വിശദമായൊരു പ്രതികരണത്തിന് വിജയ് തയ്യാറായത്. ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും സത്യം പുറത്തു വരുമെന്നും ആണ് ആദ്യ വീഡിയോ സന്ദേശത്തിൽ TVK അധ്യക്ഷൻ പറഞ്ഞത്. കുറ്റമെല്ലാം തന്റെ മേൽ ആരോപിക്കാമെന്നും പാർട്ടി പ്രവർത്തകരെ വേട്ടയാടരുത് എന്നും വിജയ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കരൂരിൽ മാത്രം ദുരന്തമുണ്ടായതെങ്ങനെ എന്ന സംശയം ഉന്നയിച്ച് ഗൂഢാലോചന സൂചനയും നൽകുന്നുണ്ട് വിജയ്. താൻ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം തുടരുമെന്നും വിജയ് വ്യക്തമാക്കുന്നു. തന്റെ വേദന മനസ്സിലാക്കി ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും വിജയുടെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. അതിനിടെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ, കരൂർ സൗത്ത് സിറ്റി ട്രഷറർ പൗൻരാജ് എന്നിവർ റിമാൻഡിലായി. കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വിജയെ കാണാൻ പാർട്ടിക്കാരല്ലാത്തവരും വരുമെന്ന് അറിഞ്ഞുകൂടെ എന്നും 10,000 പേർ വരുമെന്ന് പിന്നെ എങ്ങനെ കണക്ക് കൂട്ടിയെന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ, രൂക്ഷ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ TVK ജനറൽ സെക്രട്ടറി N ആനന്ദ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. സെന്തിൽ ബാലാജിക്കെതിരെ കുറിപ്പെഴുതി വെച്ച് കരൂരിലെ TVK പ്രവർത്തകൻ ജീവനൊടുക്കിയെന്നതും ഇന്നത്തെ വാർത്താ തലക്കെട്ടിൽ തന്നെ ഇടം നേടിയ വാർത്തയാണ്. DMK MP കന്നിമൊഴിയുടെ വിമർശനം, അത് വിജയ്ക്കെതിരെയായിരുന്നു. രൂക്ഷ വിമർശനം കന്നിമൊഴി MP നടത്തുകയും ചെയ്തു. അതിവേഗം ചെന്നൈയിലേക്ക് മടങ്ങിയതിനുള്ള രൂക്ഷ വിമർശനമായിരുന്നു. പ്രതികരണങ്ങൾ. Any responsible leader should not leave. And even if you've left, you should make sure at least your party functionaries are there, because people came to see you. I don't think anybody advised people to leave the scene. And even if I don't think they've done it, but even so, what happens to your second level functionaries? And maybe they would have said, I'm not even saying they did. Maybe you decided that not going to the hospital at that moment is not right. But you could have stayed, you could have come back after some time. Nobody came back. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് കരൂർ സന്ദർശിച്ചു. ദുരന്തം രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ഇല്ല എന്നും ആരാണ് കുറ്റക്കാരെന്ന് അന്വേഷണത്തിലൂടെ തെളിയട്ടെ എന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഇത്രയും സങ്കടകരമായ അവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമാണുള്ളത്. ഈ ഫാമിലികളുടെ കൂടെ നിൽക്കുക, തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സോടൊപ്പം നിൽക്കുക, ഉറച്ച നിലപാടുമായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്. അത് ഉത്തരവാദിത്വം ആരാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു പ്രോപ്പർ എൻക്വയറി നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അല്ലാണ്ട് നമ്മളാരാണ് ഇപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് നിർണ്ണയിക്കാൻ. മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. NDA പ്രതിനിധി സംഘവും ഇന്ന് കരൂരിലെത്തി. ഹേമമാലിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരൂരിൽ എത്തിയത്. നമ്മുടെ പ്രതിനിധികൾ സൂരജ് സജി, മുഹമ്മദ് റഹീസ് എന്നിവർ വിശദാംശങ്ങളുമായി തത്സമയം സൂപ്പർ 4 ആദ്യം മുഹമ്മദ് റഹീസിലേക്കാണ് ഞാൻ പോകുന്നത്. മുഹമ്മദ് റഹീസ്, വിജയുടെ പ്രതികരണമാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ഒരല്പം വിശദമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ വേദനയാണ് എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ പലകുറി TVK ഉന്നയിച്ചിട്ടുള്ള സംശയം, അത് ഗൂഢാലോചനയുടെ സംശയമാണ്. അത് അദ്ദേഹം ഈ വീഡിയോ സന്ദേശത്തിലും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി, സത്യം പുറത്തു വരണം എന്ന് പറയുകയാണ്. അങ്ങനെ എന്താണ് ആദ്യ പ്രതികരണത്തിൽ വിജയ് വ്യക്തമാക്കിയത്?
അനുജ, ഈ ആദ്യ പ്രതികരണത്തിൽ സത്യത്തിൽ വിജയ് ലക്ഷ്യമിടുന്നത് സെന്തിൽ ബാലാജിയാണ്, DMK ആണ്. DMK കരുതിക്കൂട്ടി ഉണ്ടാക്കിയ അപകടം എന്ന നിലയ്ക്ക് തന്നെ ഉള്ളൊരു പ്രതികരണമാണ് വിജയ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ 5 ജില്ലകളിൽ താൻ പര്യടനം നടത്തി. ഏതാണ്ട് 2 ജില്ലകളിൽ 2 ദിവസമായും അന്ന് രാവിലെ നാമക്കലിലും പ്രചരണം നടത്തി. അതിനുശേഷമാണ് ഈ പര്യടനം കരൂരിലേക്ക് എത്തുന്നത്. അവിടെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒന്നുണ്ടായി, ഇങ്ങനൊരു അപകടമുണ്ടായി എന്ന ചോദ്യമാണ് പ്രധാനമായും വിജയ് ഉയർത്തുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെയും പുറത്തു വരാനുണ്ട്, സത്യം പുറത്തു വരാനുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ തന്നെ സത്യം പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് വിജയ് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ ഗൂഢാലോചന തന്നെയാണ് വിജയും ആവർത്തിച്ച് ആരോപിക്കുന്നത്. TVക്ക് നേരത്തെ നൽകിയ ഹൈക്കോടതിയിലെ ഹർജികളിൽ സെന്തിൽ ബാലാജിയെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു അവർ പ്രധാനപ്പെട്ട ആരോപണമൊക്കെയും നടത്തിയത്. അദ്ദേഹത്തിന്റെ ഗൂഢാലോചനയിൽ ഉണ്ടായ ഒരു അപകടം എന്ന നിലയ്ക്കാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെയും TVക്ക് വ്യാഖ്യാനിച്ചത്. അത് തന്നെ വിജയും ആവർത്തിക്കുകയാണ്. അത്തരത്തിൽ തന്നെ അദ്ദേഹവും പ്രതികരണം നടത്തുകയാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയോടും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ പഴിചാരാനുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് എൻ്റെ തലയിൽ വെച്ചോളൂ, അല്ലെങ്കിൽ TVക്ക് നേതാക്കളിലേക്ക് അത് പോകരുത്. ഈ TVക്ക് നേതാക്കളും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ TVക്ക് അനുകൂലിച്ച് പ്രതികരണം നടക്കുന്നവരെയും ഒന്നും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും അവരെ വേട്ടയാടുന്ന തരത്തിലേക്കും ഒന്നും പ്രവൃത്തി പോകരുത് എന്നുകൂടി CM സാർ എന്ന് വിളിച്ചുകൊണ്ട് വിജയ് പറയുകയാണ്. അതായത് TVക്ക് പ്രവർത്തകരെ വേട്ടയാടുന്നു എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇതൊരു ഗൂഢാലോചന ഭാഗ്യമാണ് എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും, ഇതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുകൂടി വിജയ് പറഞ്ഞു വെക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ ദുഃഖമുണ്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിഷമമുണ്ട്, എന്താണ് പറയേണ്ടതെന്നറിയില്ല, മനസ്സിൽ ദുഃഖം മാത്രമാണ്. ഒപ്പം തന്നെ ഈ പരിപാടി നടത്തുമ്പോൾ പൊളിറ്റിക്കലായി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന, അല്ലെങ്കിൽ ഒരു വലിയ സംഭവമായി മാറുന്ന കീ പോയിന്റുകളിൽ പരിപാടി വയ്ക്കാതെ കൃത്യമായി ആളുകളുടെ സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള സ്ഥലങ്ങളിൽ അനുമതി തേടിയാണ് തങ്ങൾ സമീപിച്ചിരുന്നത്. പോലീസിനോട് അത്തരത്തിലാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നുകൂടി വിജയ് പറയുകയാണ്. അപ്പോൾ വിജയ് അദ്ദേഹത്തിൻ്റെ വിഷമം തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടെ, അതേ രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ്. അത് തന്നെയാണ് വിജയുടെ ആദ്യ പ്രതികരണത്തിൽ വരുന്നത്. ഇപ്പോൾ ഇതിൽ ഈ വിജയ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ പരിപാടി നടന്ന ഇടത്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇത്ര വലിയ അപകടമൊന്നുമല്ല, പക്ഷേ അവിടെ കോടതിയുടെ ഇടപെടൽ വരികയും ഈ ഇത്തരം പരിപാടികളുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും, അപകടമുണ്ടായാൽ അത് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള നമുക്കറിയാം. ഇവിടെയും പോലീസ് പറയുന്നത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, അതൊന്നുപോലും പാലിക്കപ്പെട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത് വൈകാരികമായി ഇങ്ങനെയൊക്കെ പ്രതികരിക്കാമെങ്കിൽ പോലും വസ്തുതാപരമായി അദ്ദേഹം പറയുന്നത് തെറ്റല്ലേ? അനുജ, വസ്തുതാപരമായി അദ്ദേഹം പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ തന്നെ ഒരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടിരുന്നു. ഈ കരൂരിൽ അദ്ദേഹം എത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിൽ ഒരു ബൈക്ക് വീഴുന്നതും ആ ബൈക്കിന് മുകളിലൂടെ വിജയുടെ പര്യടന വാഹനം അതിൻ്റെ ടയർ കയറി ഇറങ്ങുന്നതും ഏതാണ്ട് തലനാഴിഴക്കിയ വലിയ അത്ഭുതകരമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് എല്ലാ വേദിയിലും ഈ പറയുന്ന ആദ്യ പരിപാടി നടന്ന തിരുച്ചിറപ്പള്ളിയിലെ വേദിയിലെ ദൃശ്യങ്ങൾ, അവിടെ ഒരാൾ കുഴഞ്ഞു വീണ് ആ തകര ഷീറ്റിന് മുകളിൽ കൂടി അയാളെ നിരക്കി താഴേക്ക് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വേദികളിൽ ഈ പറയുന്ന ഈ വിജയ് ഓരോ ശനിയാഴ്ചയും നടത്തുന്ന പരിപാടികളിൽ മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആളുകളുടെ സുരക്ഷയെ മുൻനിർത്തിയല്ല ഒരു കാര്യവും ചെയ്തിട്ടുള്ളത്. വിജയുടെ പര്യടനം സത്യത്തിൽ ഒരു കുത്തഴിഞ്ഞ മട്ടിലായിരുന്നു. ഒരു തരത്തിലും ഒരു ഓർഡറും ഉണ്ടായിരുന്നില്ല. അത് പാലിക്കപ്പെടേണ്ട പാർട്ടി നേതാക്കളൊക്കെ വിജയുമായി സെൽഫി എടുക്കാനുള്ള തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു. അങ്ങനെ 10 പേരെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് മാത്രം നടത്താൻ പറ്റിയ ഒരു പരിപാടിയല്ല ഇത്. കാരണം വിജയ് നേരിട്ട് വന്ന് പ്രസംഗിച്ചു പോകുന്നൊരു പരിപാടിയാണ്. അത്തരത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയ് ഓരോ സ്ഥലത്തും വാഹനം നിർത്തി ആളുകളെ കണ്ട് അത്രയധികം പതിയെ മാത്രം വരുന്നൊരു സ്ഥലത്ത് എവിടെ വെച്ച് വേണമെങ്കിലും ഇങ്ങനെ ഒരു സംഭവമൊക്കെയും ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് കുറേ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അന്ന് അപകട ദിവസവും ഒക്കെ ചെറിയ തോതിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആളുകൾ ഏതൊക്കെ തരത്തിലാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് വിജയെ കാണാൻ വേണ്ടി
ഇരച്ചെത്തുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ കൂടി ഉണ്ടാകുമ്പോൾ അതിൽ പോലീസിനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി DMK-യോ അത് കുറച്ചുകൂടി പ്രിസൈസ് ആയി പറഞ്ഞാൽ സെന്തിൽ ബാലാജിയോ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് TVK എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം ഇന്ന് കോടതിയിൽ ഉണ്ടായതും അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. കോടതി തന്നെ നിർദ്ദേശം നൽകിയതല്ലേ, നമ്മൾ അതൊക്കെ വാർത്തയായി കൊടുത്തിരുന്നല്ലോ. കോടതി നിർദ്ദേശം നൽകിയതാണ് ഈ പരിപാടികൾ നടത്തുമ്പോൾ കർശനമായി അതിൻ്റെയൊക്കെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കോടതി തന്നെ. കൂടാതെ പോലീസും പറയുന്നത് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 11 മാർഗനിർദ്ദേശങ്ങളോ മറ്റോ ഈ പരിപാടിയിലേക്ക് മാത്രമേ നൽകിയിട്ടുണ്ട്. അതിലൊന്നു പോലും പാലിച്ചില്ല എന്ന് പോലീസും പറയുകയാണ്. അപ്പോൾ FIR-ലൊക്കെ ഉള്ളതും ഗുരുതരമായ ആരോപണങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യം എത്രത്തോളം നിലനിൽക്കും? അനുജ, ഇത് വലിയ തോതിൽ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് പോലീസ് പറഞ്ഞു, കോടതി പറഞ്ഞു. പക്ഷേ വിജയ് പറഞ്ഞതുകൂടി നമ്മൾ ഇതിനു മുൻപ് വിജയ് പറഞ്ഞതുകൂടി ഓർക്കണം. കാരണം ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, കോടതി പറഞ്ഞിരുന്നു. കോടതിയുമായി ബന്ധപ്പെട്ട് അത് വിജയുടെ പേരെടുത്ത് തന്നെ കോടതി പറഞ്ഞിരുന്നു. ഇങ്ങനെ നേതാക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇങ്ങനെ പര്യടനം നടത്തുമ്പോൾ അത് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത്, ഏത് തരത്തിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടായാൽ എങ്ങനെ മറുപടി പറയും എന്നതടക്കമൊക്കെ കോടതി ചോദിച്ചിരുന്നു. ആ കേസ് ഇപ്പോഴും കോടതിയുടെ സജീവ പരിഗണനയിൽ ുള്ളത്. അപ്പോൾ പോലീസ് ഓരോ തവണയും TVK അനുമതി തേടുമ്പോൾ പല തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വെച്ചിരുന്നു. പക്ഷേ TVK ഇതിനെ കണ്ടത് DMK സർക്കാർ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങളായിട്ടാണ്. ഇതിന് തൊട്ടു മുൻപുള്ള ആഴ്ച വിജയ് നടത്തിയ പര്യടനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആകെ 5 മിനിറ്റാണ് സംസാരിക്കാറുള്ളത്, ആ 5 മിനിറ്റ് പോലും സംസാരിക്കാൻ പാടില്ലെന്നാണോ CM സാർ നിങ്ങൾ പറയുന്നത് എന്ന് വിജയ് ചോദിച്ചു. അതിനപ്പുറത്തേക്ക് താൻ ബസ്സിലിരുന്ന് കൈപൊക്കി കാണിക്കരുതെന്നാണോ CM സാർ താങ്കൾ പറയുന്നത് എന്ന് വിജയ് ചോദിച്ചു. അതിനും ഒക്കെയും കടന്നുകൊണ്ട് നേർക്കുനേർ നിന്ന് കളിച്ചുകൂടെ CM, അതായത് ഇങ്ങനെ പോലീസ് വഴി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എന്തിനാണ് തന്നെ കൺട്രോൾ ചെയ്യുന്നത്, ഞാൻ ജനങ്ങളെ കാണാൻ പാടില്ലെന്നാണോ താങ്കൾ പറയുന്നത്, താങ്കൾ എന്തിനാണ് ഭയക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിജയ് സ്റ്റാലിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെയും അത്തരത്തിൽ കണ്ട ഒരു നേതാവ് കൂടിയാണ് വിജയ് എന്ന വിമർശനം ശക്തമാണ്. അതിൻ്റെയൊക്കെയും ബൈറ്റുകൾ സഹിതമുള്ളത് കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും അവർക്കത് തള്ളി പറയാൻ കഴിയില്ല. അപ്പോൾ ഈ നിയന്ത്രണങ്ങളെയൊക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും അതിനെയൊക്കെയും വെറും അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്, അതൊന്നും പാലിക്കേണ്ടതല്ല എന്ന രീതിയിൽ. അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം 8:45 നാമക്കലിൽ നടക്കേണ്ട പരിപാടിക്ക് വിജയ് ചെന്നൈയിൽ നിന്ന് ഇറങ്ങുന്നത് 8:30 കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം അത് എയർപോർട്ടിലേക്ക് പോകണം, അവിടെ നിന്ന് തൃച്ചിയിലെത്തണം, അതിനുശേഷം നാമക്കലിലേക്ക് പോകണം. അപ്പോൾ അത്രയും സമയമെടുക്കുമ്പോൾ വിജയ്ക്ക് തന്നെ അറിയാം ഈ ആദ്യ പരിപാടി തന്നെ നടക്കുമ്പോൾ 2 മണിയൊക്കെ കഴിയുമെന്ന്. അപ്പോൾ അദ്ദേഹം ഈ സമയവുമായി ബന്ധപ്പെട്ട് ഈ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന വാദങ്ങൾ എത്ര കണ്ട് കോടതിയിലൊക്കെ നിലനിൽക്കും. അതൊരു പക്ഷേ TVK ഒരു പിടിവള്ളിയായി പലപ്പോഴും അത് വിജയ് വൈകാരികമായി സിദ്ധാന്തം എന്നുള്ളത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും തന്റെ പ്രവർത്തകരെ വേട്ടയാടരുത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.